ഞങ്ങളുടെ ക്ലാസ്സിനെ കർത്താവ് അനുഗ്രഹിക്കും. കടന്നു വരേണ്ടവർക്കെല്ലാം കടന്നു വരുവാൻ ദൈവം സഹായിക്കും. വഴിയാത്രയിലായിരിക്കുന്നവരെ കർത്താവ് സൂക്ഷിക്കും. എല്ലാ നന്മകളാലും നിറച്ച് വഴി നടത്തും. വരവിനായി ഞങ്ങളെ ഒരുക്കും. യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ. അങ്ങനെ റോമാലേഖനം 12-ാം അധ്യായത്തിലാണ് അല്ലേ നമ്മൾ? അല്ലേ? 12-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് തോന്നുന്നു. തീയതിനെ വെറുത്ത് നല്ലതിനോട് ചേർന്നുകൊള്ളുവിൻ. ആണോ? അതെല്ലാം കഴിഞ്ഞ പോയിൻ്റായിട്ട് ഏതാ നമ്മൾ അവസാനം എഴുതിയിരിക്കുന്നത്? 13-ാമത്തെ പോയിന്റ് വരെ എത്തിയോ? ഓ ഗുഡ്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. തീയതിനെ വെറുത്ത് 10-ാമത്തെ പോയിന്റ് ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. സഹോദരപ്രീതിയിൽ സായ്വുണ്ട്, അത് കഴിഞ്ഞു. നമ്മുടെ 11-ാം വാക്യത്തിലെ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ എന്ന് നമ്മൾ കണ്ടു. പൗലോസ് ഒരു കാര്യം പറയുന്നത് എന്താ പറയുക? ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ. എന്താ അത് പറയേണ്ടി വന്നേ? കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ പഴയ ഉത്സാഹം ഇല്ലാതാവും. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ മടുപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ക്രിസ്തീയ ജീവിതം മാത്രമല്ല, ലൂക്കോസ് 18:1 മടുത്തു പോകാതെ എപ്പോഴും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇവിടെ പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നു, മടുത്തു പോകാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മടുപ്പ് വരുന്നത്? ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇടയ്ക്കൊക്കെ മടുപ്പ് വരാൻ സാധ്യതയുള്ള ഒരു ജീവിതമാണ്. അപ്പോൾ അതിനൊരു മുന്നറിയിപ്പ്. കർത്താവ് പറഞ്ഞു, പ്രാർത്ഥനയിൽ ചിലപ്പോൾ നമുക്ക് മടുപ്പ് വരും. നമ്മുടെ എരിവിൽ കർത്താവിന് വേണ്ടി നമ്മൾ ആ ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ച ആ പ്രവർത്തനത്തിൽ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും? മടുപ്പ് വരും. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴാണ് ഈ മടുപ്പ് വരുന്നതെന്ന്? ഏതാ മടുപ്പ് എന്നുള്ളൊരു ഇംഗ്ലീഷ് പദം എന്തുമായിരിക്കും? വേണമെങ്കിൽ ബോറിങ് അല്ലേ? ബോറടിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? എപ്പോഴായിരിക്കും ഇപ്പം നമുക്ക് മടുപ്പ് വരുന്നത്? ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? എന്നും ഈ പുട്ട് തന്നെ ഉള്ളൂ അമ്മയെന്ന് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് വല്ല ഉള്ളാനല്ലേ. ഈയിടെ ഒരു കൊച്ചു പുട്ടിനെ കുറിച്ചൊരു ഇതിന് വായിച്ചായിരുന്നു, നിങ്ങൾ ഫേസ്ബുക്കിൽ വായിച്ചായിരുന്നു. അവൻ വളരെ രസകരമായിട്ട് അവൻ പുട്ടിനെ കുറിച്ചൊരു ലേഖനം എഴുതിയൊരു കുട്ടി. ബന്ധങ്ങളെ വരെ തകർക്കുന്നതാണ് പുട്ടെന്ന് പറഞ്ഞിട്ട് സൂപ്പറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കി, നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നും അല്ല ഇപ്പോഴത്തെ തലമുറ ചിന്തിക്കുന്നത്. ഇറ്റ്സ് വെരി എൻറ്റയർലി ഡിഫറെൻറ്റ്. അപ്പം എപ്പോഴാണ് നമുക്ക് മടുപ്പ് വരുന്നത്? എന്തുവാ? ഒന്ന്, ആവർത്തന വിരസത നമ്മുടെ ജീവിതത്തിൽ മടുപ്പുണ്ടാക്കും. ഒരേ കാര്യം തന്നെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? മടുപ്പ് വരും. പിന്നെ എപ്പോഴാണ് മടുപ്പ് വരുന്നത്? പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? മടുപ്പ് വരും. എന്താ കാര്യം അത് ചെയ്തിട്ട്? ഒരു കാര്യമില്ല. അതുകൊണ്ട് എന്തിനാ എന്നൊരു ചോദ്യം. പിന്നെ എപ്പോഴാ മടുപ്പ് വരുന്നേ? ഒരു 18 കാരണമെങ്കിലും പറയണം. മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരും അല്ലേ? സംഗതി നമ്മൾ വളരെ ആത്മാർത്ഥതയൊക്കെയുള്ള, പക്ഷേ ആളുകൾ നമ്മളെ എന്ത് ചെയ്യുക? എപ്പോഴും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുക, കളിയാക്കുക. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യും? വേണ്ട, നമുക്ക് എന്ത് ചെയ്യും? മടുപ്പ് വരും നമുക്ക്. 3 ആയില്ലേ? 4-മത്തത്, നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? മടുപ്പ്. ആരും എൻ്റെ കൂടെ ഞാൻ ഇത്രയും വലിയ കാര്യമൊക്കെ ചെയ്തു, ആരും എന്ത് ചെയ്യുന്നില്ല, എന്നെ സഹായിക്കാനായിട്ട് വരുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? മടുപ്പ് വരും. അടുത്തത്, ഇത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതും നമ്മുടെ ബന്ധങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഞാനിത് ചെയ്യുന്നത് എന്നറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പതുക്കെ ഒന്ന് പിൻവലിയും.
നമ്മുടെ ജീവിതത്തിൽ മടുപ്പ് വരും. നമ്മളെ കൊള്ളുന്ന വിഷയങ്ങൾ, നമ്മുടെ ശരീരത്തെ, ബന്ധങ്ങളെയൊക്കെ ഇത് ബാധിക്കും എന്ന് അറിയുമ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് നമുക്ക് മടുപ്പ് വരുന്നത് എന്നുള്ളതാണ്. കാരണം പറഞ്ഞു, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായ കർത്താവിനെ സേവിക്കാൻ പറയുമ്പോൾ എപ്പോഴാണ് നമുക്ക് മടുപ്പ് വരുന്നത് എന്നുള്ളതാണ്. പിന്നെന്തുവാ, നാം ചെയ്യുന്ന കാര്യങ്ങൾ എക്നോളജ് ചെയ്യപ്പെടാതെ വരുമ്പോൾ, അംഗീകരിക്കാതെ വിടുമ്പോൾ, രണ്ട് റിവാർഡ്സ് വേറെ, എക്നോളജ്മെൻറ്റ് വേറെ. ചിലർക്ക് അവരുടെ അംഗീകാരം എന്ന് പറയുന്ന ഒരു അവസാനം നന്ദി പറയുന്ന കൂട്ടത്തിൽ പേരെന്ന് പറഞ്ഞാൽ മതി. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടാതെ, നമ്മൾ എക്നോളജ് ചെയ്യാതെ വരുമ്പോൾ പതുക്കെ എന്തിനാ ഇവനൊക്കെ ഇത് ചെയ്തു കൊടുക്കുന്നേ എന്നൊരു ചിന്ത സ്വാഭാവികമാണ്. പിന്നെ അങ്ങനെ ഒത്തിരി ഉണ്ട്. അതെ, നമ്മൾ ചെയ്യുന്ന, നമ്മൾ ഇതിൻ്റെതായിരിക്കുന്ന ആ എഫക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെതായിരിക്കുന്ന ഗുണം, ഫലം കാണാതെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, മടുപ്പ് വരും. എതിർപ്പ് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും, മടുപ്പുണ്ടാക്കും. അപ്പം അങ്ങനെ നമ്മളെ മടുപ്പിക്കുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. അതറിഞ്ഞ പൗലോസ് നമുക്ക് എന്ത് ചെയ്യുക, കർത്താവ് പറയുന്നു, പ്രാർത്ഥനയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, കാരണം ഇതെല്ലാം അതിനും ബാധകമാണ്. വായകത്തിൽ പൗലോസ് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം, റോമിലെ വിശ്വാസികളെ, എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ ഉത്സാഹത്തിന് എന്ത് ചെയ്യാൻ പാടില്ല, മടുപ്പുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാ, ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ നാം എന്ത് ചെയ്യണം, സേവിക്കണം. അതിന് ഞാൻ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് കാണുന്ന ഒരു മനുഷ്യൻ ആരായിരിക്കും, കാലേബ. വയസ്സ് 80 പുള്ളി പറയുന്നത് എന്തുവാ, എനിക്ക് അന്നത്തെ വില ഇപ്പോഴും ഉണ്ട്. അന്നാ മോശ പറഞ്ഞാൽ എനിക്ക് ഞാൻ പോയി അതെന്ത് ചെയ്യാം, കീഴടക്കണം. പട വെട്ടാനും പോവാനും വരാനും ഒക്കെ എനിക്ക് ഇപ്പോഴും ശക്തിയുണ്ട്, ബലമുണ്ട്. ആ എരിവിന്, ആ ചൂടിന് ഒരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല. ക്രിസ്തീയ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന നാമ, ശരിയാ, നമുക്ക് മടുപ്പ്, കുറേ കണ്ടും കേട്ടും ഒക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, മടുക്കും. ഇനി ഞാൻ ആർക്കും ഒന്നും ചെയ്യാൻ ഗുണവും ഇല്ല ദോഷവും ഇല്ല എന്ന് പറഞ്ഞ കാര്യം ചെയ്ത് ഇഷ്ടം പോലെ കൈ പൊള്ളി നമുക്ക് പലർക്കും ചെയ്തു കൊടുത്തിട്ട്. അതുകൊണ്ട് ഇനി ഹൃദയമായി സ്നേഹിച്ചവരെല്ലാം എന്തായിട്ട് മാറി, കാര്യങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ ചൂഷണം ചെയ്ത് നമ്മുടെ ശത്രുക്കളായിട്ട് മാറിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വികാരമാണ്, അല്ലെങ്കിൽ ഒരു അനുഭവമാണ് മടുപ്പ് എന്നുള്ളത്. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്തിനാ? പൗലോസ് നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ്, നെവർ ഫീൽ ലൈക്ക് ദാറ്റ് ഇൻ ദ മിനിസ്ട്രി. ശുശ്രൂഷയിൽ ഒരിക്കൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്, മടുപ്പ് തോന്നരുത് ഒരിക്കലും. ശരിയാണ്, ഞാൻ പറഞ്ഞുതരാം. മടുപ്പിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, ഒത്തിരി ഉണ്ടാവും. ഒരിക്കലും ചിന്തിക്കരുത് എല്ലാവരും നമ്മളെ എന്ത് ചെയ്യും, ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുകയെന്നാണ്. നെവർ. പക്ഷെ അവിടെ നിൽക്കുക നമ്മളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ ഒന്നും അംഗീകാരത്തിന് വേണ്ടിയല്ല നമ്മൾ എന്തെങ്കിലും എന്ത് ചെയ്യുന്നത്. അവരുടെ ഒന്നും ഒരു അംഗീകാരത്തിന് വേണ്ടിയിട്ടല്ല. ആൻറ്റി ചിലപ്പോൾ ഞങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ പറയാം, എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ചെയ്യുന്നതെന്ന് പറയാറുണ്ട്. എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. കാരണം ഞാൻ ആരാന്ന് എനിക്കറിയാം, എന്നെ ഏൽപ്പിച്ചത് എന്താണെന്ന് എനിക്കറിയാം, എൻ്റെ ദൗത്യം എനിക്ക് എന്താണെന്നറിയാം. അതുകൊണ്ട് എനിക്ക് ആരുടെയും ഒരു സർട്ടിഫിക്കറ്റും വേണ്ട എന്ന് എപ്പോഴും പറയാറുണ്ട്. അത് നിരാശാബോധത്തിൽ നിന്നല്ല, ഇതൊന്നും എന്നെ എന്ത് ചെയ്യത്തില്ല, എൻ്റെ മിനിസ്ട്രിയെ ബാധിക്കത്തില്ല. അല്ലേ, 4 പേർ എന്നെ പൊക്കണം എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുമ്പോഴല്ലേ പൊക്കാതെ വരുമ്പോൾ വിഷമം വരുന്നുള്ളൂ. അപ്പോൾ ഇതൊന്നും എന്നെ എന്ത് ചെയ്യത്തില്ല, ബാധിക്കത്തില്ല, ഞാനിത് നോക്കുന്നതും ഇല്ല. അതുകൊണ്ട് പൗലോസ്
റോമിലുള്ള വിശ്വാസികളോട് വളരെ ശക്തമായിട്ട് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പി. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ആപ്തവാക്യമായിട്ട് എടുക്കാം. നമുക്ക് എനിക്ക് ആയുസ്സുള്ള കാലത്തോളം ഞാൻ എൻ്റെ കർത്താവിനെയാണ് സേവിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടെ, ഞാൻ എന്ത് ചെയ്താലും എൻ്റെ കർത്താവിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ആ ബോധ്യത്തോടെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പരിഭവം നമുക്കുണ്ടാകത്തില്ല, നിരാശ നമുക്കുണ്ടാകത്തില്ല, നമുക്ക് ആരോടും ഒരു വേദനയും നമുക്ക് ഉണ്ടാകത്തില്ല. ശരി, അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പറയാം. 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ആശയിൽ സന്തോഷിപ്പൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ആശ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ സന്തോഷം മുഴുവനും ഏതിലായിരിക്കണം? നമുക്ക് ലഭിക്കാൻ പോകുന്ന ദ റിവാർഡ് വി ആർ ഗോയിങ് ടു ഗെറ്റ്, നമ്മുടെ പ്രത്യാശയിലാണ് നമുക്ക് സന്തോഷിക്കാനുള്ളത്. ബാക്കിയെല്ലാം എന്തുവാ? താൽക്കാലികമാണ്. ബാക്കിയൊന്നും ശാശ്വതമല്ല. ഈ ആഴ്ച ഓശാന വിളിച്ചവരെ അടുത്ത ആഴ്ച എന്ത് ചെയ്യും? ക്രൂശിക്കാന്ന് പറയും. അപ്പോൾ ഓശാന പാടുമ്പോഴും എന്ത് ചെയ്യാൻ നിൽക്കണ്ട? സന്തോഷിക്കാൻ നിൽക്കണ്ട. നമ്മുടെ സന്തോഷം മുഴുവൻ എന്തിലായിരിക്കണം? നമ്മൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രത്യാശയിലായിരിക്കണം എപ്പോഴും. അതുകൊണ്ടാണ് അവിടെ പൗലോസ് പറയുന്നത്, ആശയിൽ നിങ്ങൾ എന്ത് ചെയ്യുവൻ? സന്തോഷിപ്പൻ. അടുത്തത്, കഷ്ടതയിൽ എന്ത് ചെയ്യുക? സഹിഷ്ണുത കാണിക്കുക. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുക. ഈ കഷ്ടത തന്നിരിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാ? റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, കഷ്ടത നിന്റെ ജീവിതത്തിൽ സഹിഷ്ണുത ഉളവാക്കാൻ വേണ്ടിയാ ഈ കഷ്ടത വന്നേക്കുന്നത്. നമുക്കാണെങ്കിലോ കഷ്ടതയില്ലാത്ത മാർഗമാണ് നമുക്ക് വന്നത്. നമുക്ക് കഷ്ടത വേണ്ട. നമുക്ക് കഷ്ടത വേണ്ട. അതുകൊണ്ടാണ് ഈ ആധുനിക തിയോളജിയിൽ വന്ന ഏറ്റവും വലിയ പരാജയം എന്നാണെന്നറിയാമോ? Their Christianity is a Christianity with no persecution and suffering. കഷ്ടതയും ഉപദ്രവങ്ങളും ഇല്ലാത്ത ഒരു ക്രിസ്ത്യാനിത്വത്തെയാണ് ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് അവസാനമായപ്പോഴത്തേന് നമ്മൾ പ്രസന്റ് ചെയ്തത്. അതുകൊണ്ട് എന്തോ പറ്റി? ഉപദ്രവങ്ങൾ വന്നപ്പോൾ, സഭയ്ക്കെതിരെ പീഡനങ്ങൾ വന്നപ്പോൾ, ഇതല്ലല്ലോ ഞങ്ങൾ കേട്ടേക്കുന്ന സുവിശേഷം, ഇതല്ലല്ലോ ഞങ്ങൾ കേട്ടിരിക്കുന്ന സുവിശേഷം, അതുകൊണ്ട് ദൈവം ഞങ്ങളെ കൈവിട്ടോ? കർത്താവിന് വേണ്ടി ഉപദ്രവം സഹിച്ച അടിയേറ്റ അപ്പോസ്തലന്മാരെ കുറിച്ച് അവർ പറയത്തില്ല. അവർ പറയുന്ന മുഴുവൻ എന്തുവാ? നിഴൽ വീണ് സൗഖ്യമായ, അങ്ങനെ അത്ഭുതങ്ങൾ മാത്രമുള്ള ഒരു ക്രിസ്ത്യാനിറ്റിയാ എന്ന് പറഞ്ഞാൽ ഒരു ബബിൾ ക്രിസ്ത്യാനിറ്റിയാ. ഒന്നും തൊടാത്ത, കഷ്ടതയില്ലാത്ത, ഉപദ്രവമില്ലാത്ത, ആക്ഷേപമില്ലാത്ത, ആരും ഒന്നും പറയാത്ത, രോഗങ്ങളില്ലാത്ത ഒരു ക്രിസ്ത്യാനിത്വത്തെ എപ്പോഴും സമൃദ്ധിയും നിറഞ്ഞു കവിയുന്ന അനുഗ്രഹവുമായിട്ട് മാത്രം പ്രസന്റ് ചെയ്ത ഒരു ക്രിസ്ത്യാനിറ്റിയെ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴത്തേന് നമ്മൾ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ പ്രസന്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എന്തോ പറഞ്ഞു? അതിൻ്റെ കൂട്ടത്തിൽ വരുമ്പോൾ നമ്മുടെ തിയോളജി മാറി. സഭാ ഉപദ്രവത്തിന് മുമ്പേ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് എടുക്കപ്പെടുമോ? അപ്പോൾ നമുക്കിനി അതുമില്ല. ഉപദ്രവങ്ങൾക്ക് മുമ്പേ സഭ എന്ത് ചെയ്യും? ഇവിടുന്ന് എടുക്കുകയും ചെയ്യും. അങ്ങനെ തിയോളജി തന്നെ വന്നു. ഉപദ്രവത്തിന് മുമ്പ് കർത്താവ് പഠിപ്പിച്ച, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആ കഷ്ടത്തെ ജയിക്കാൻ കഴിയും, കാരണം ജയിച്ചവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്നാ കർത്താവിൻ്റെ സുവിശേഷം പഠിപ്പിക്കുന്നത്. എൻ്റെ നാമത്തെ നിങ്ങളെ എല്ലാവരും പഴിക്കും, നിങ്ങളെ എല്ലാവരും ഉപദ്രവിക്കും, അടിച്ച് നിങ്ങളെ പള്ളിക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. നിങ്ങളെ അടിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമാകുന്നു എന്ന് വിശ്വസിക്കുന്ന അതാണ് കർത്താവ് പഠിപ്പിച്ച ക്രിസ്ത്യാനിറ്റി. കർത്താവ് പഠിപ്പിച്ച കർത്താവിൻ്റെ മാർഗം അതാ. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ കേൾക്കുന്ന മുഴുവൻ എന്തുവാ? കഷ്ടതയില്ലാത്ത ഒരു ക്രിസ്ത്യാനിറ്റിയാണ്. അവിടെ എന്തു പറ്റി? നമ്മുടെ എൻഡ് ടൈം തിയോളജി പോലും നമ്മൾ എന്ത് ചെയ്ത് അതനുസരിച്ച് രൂപപ്പെടുത്തിയെടുത്ത് ഉപദ്രവത്തിന് മുമ്പ് തന്നെ സഭ ഇവിടുന്ന് എന്ത് ചെയ്യും? ഞാൻ ചോദിക്കാറുണ്ട്, എൻ്റെ സഹോദര,
അങ്ങനെയാണെങ്കിൽ ഈ തേർഡ് വേൾഡ് അല്ലെ, ഇരുമ്പ് അയൺ കൺട്രീസ്, അയൺ കർട്ടൻ കൺട്രീസിൽ ഇരുമ്പ് മറയ്ക്കുള്ളിൽ ജീവിച്ച ഭക്തന്മാർ എന്തുവാ നിങ്ങളീ പറയുന്നേ? സഭ പീഡനത്തിൽ കൂടെ കടന്നു പോകില്ലെന്ന് പറയോ? അങ്ങനെയാണെന്നോ നിങ്ങളീ പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ ഈ രാജ്യങ്ങളിലൂടെയൊക്കെ ഇന്നും കടന്നു പോകുന്നവര്, പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്തുവാ നിങ്ങളീ പറയുന്നത്? ഒന്നുകിൽ അത് ക്രിസ്ത്യാനിറ്റി അല്ല, അല്ലെങ്കിൽ ദൈവത്തിന് പക്ഷാഭേദമുണ്ട്. അവരെ മാത്രം അതിലൂടെ കടത്തി വിടുക, നിങ്ങളെ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുക. നോ നോ, ഐ കാനോട്ട് അണ്ടർസ്റ്റാൻഡ്. വളരെ ശക്തമായിട്ട് പഠിപ്പിക്കുക. പൗലോസ് അപ്പോസ്തലൻ വേറൊരു ഭാഗത്ത് പറയും, ഞങ്ങൾ അനുഭവിച്ച അതേ കഷ്ടത നിങ്ങൾക്കുണ്ടെന്നാ പറഞ്ഞേ. കഷ്ടതയില്ലാത്തൊരു സുവിശേഷം പ്രസംഗിച്ച് എന്ത് ചെയ്തറിയാമോ? ജനത്തെ നമ്മൾ എന്ത് ചെയ്തു? വഞ്ചിച്ച് കളഞ്ഞു. ഇപ്പോൾ അവർക്ക് കഷ്ടത വരുമ്പോൾ പിടിച്ചിരിക്കാനായിട്ട് പരിചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ എൻ്റെ വിശ്വാസം ശരിയായിരുന്നോ? ഞാൻ ദൈവരാജ്യത്തിൽ തന്നെ ആണോ? ഞാൻ ദൈവ പൈതൽ തന്നെ ആണോ? ദൈവം എന്നെ കൈവിട്ടോ? പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പൗലോസ് പറയുന്നത് എന്നാണെന്നറിയാമോ? കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കും. എത്രത്തോളം സഹിക്കണം എന്നാ പറഞ്ഞ? ഞാൻ യാക്കോബ് അപ്പോസ്തലനാ പറഞ്ഞേ, ഇയ്യോബിൻ്റെ സഹിഷ്ണുത ഓർത്തുകൊള്ളും. സഹിഷ്ണുതയുടെ ഏറ്റവും നല്ല മകുടോദാഹരണമായി കാണിക്കുന്നത് എന്നാണെന്നറിയുമോ? രണ്ടുപേരുണ്ടെന്ന് യേശു ക്രിസ്തു, അവൻ കഷ്ടതയെ സഹിച്ചെന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇയ്യോബ. യാക്കോബ് അപ്പോസ്തലനല്ല പറയുന്നേ, ഇയ്യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ എന്ത് ചെയ്യും? ഓർത്തുകൊള്ളും. എന്തിനാ? അത് നമുക്ക് കഷ്ടത സഹിപ്പാൻ നിങ്ങൾക്ക് വരം തന്നിരിക്കുന്നെന്നാണ് പറയുന്നത്. ജീവിതത്തിലെ കഷ്ടതകൾ വരുമ്പോൾ ദൈവം കൈവിട്ടതാണെന്നൊന്നും പറയരുത്, ദൈവം അടിക്കുക എന്നൊന്നും പറയരുത്, ദൈവം ശിക്ഷിക്കുക എന്നൊന്നും പറയരുത്. ഇറ്റ് ഈസ് എ ക്യാരക്ടർ ഫോർമേഷൻ. എൻ്റെ സ്വഭാവ സംസ്കരണത്തിന്, എൻ്റെ സ്വഭാവ ശുദ്ധീകരണത്തിന്, ഞാൻ ക്രിസ്തുവിനെ പോലെ ആയിത്തീരേണ്ടതിന് എൻ്റെ ജീവിതത്തിൽ ദൈവം തരുന്നതാ ഇതൊക്കെ. അതുകൊണ്ട് ഞാനിവിടെ എന്ത് ചെയ്യും? സഹിഷ്ണുതയോടെ ഞാനിരിക്കും. പാടാ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. 73-ാം സങ്കീർത്തനം എഴുതപ്പെടുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് ദൈവത്തോട് എനിക്ക് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ച് ഉരുണ്ടിരിക്കുന്നു, അവരുടെ കണ്ണുകളൊക്കെ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുക. അത്യുന്നതൻ അറിയത്തില്ലെന്ന് അവർ പറയുക. എന്നാൽ ഞാനോ നിന്റെ കഷ്ടതയുടെ അടികൊണ്ട പുരുഷൻ, ഞാനോ ഉഷതോടും എണ്ണയിപ്പിക്കപ്പെട്ടു. എങ്ങനെ നമ്മൾ പറയാ? ദൈവത്തെ പിൻപറ്റി ഇറങ്ങിയ, ദൈവത്തെ സേവിച്ചിറങ്ങിയ ഞാൻ, എൻ്റെ കുടുംബം, ഈ ഒന്നിനു മാറി പ്രശ്നങ്ങൾ. അവർക്ക് ദൈവത്തെ വിളിക്കാത്ത അവൻ എന്ത് ചെയ്യുന്നു? നാൾക്ക് നാൾ ഉയർച്ച പ്രാപിക്കുന്നു. വാട്ട് ഈസ് ദിസ് ലോർഡ്? ഇതെന്തുവാ ദൈവമേ? ആസാഫ് പറഞ്ഞു, എൻ്റെ കാലുകൾ ഏറെക്കുറെ കേടറി. 23-ാം സങ്കീർത്തനം ഫെയ്ത്ത് ഓൺ ട്രയൽ എന്ന് അതിനെ ഒരു വേദ പഠിതാവിന് കൊടുത്തിരിക്കുന്ന ആ സങ്കീർത്തനത്തേക്ക് മാത്രം ആസ്പദമാക്കി ഒരു കമൻ്ററി ഇറക്കിയിട്ടുണ്ട്. ഫെയ്ത്ത് ഓൺ ട്രയൽ, വിശ്വാസ പരിശോധനയിൽ. വൈ ദിസ്? എന്തുകൊണ്ട് കർത്താവേ? കാരണം കാണുന്ന മുഴുവൻ അങ്ങനത്തെയാണ്. അവസാനം പറയുന്നു, ഞാൻ ദൈവത്തിൻ്റെ മന്ദിരത്തിലേക്ക് ചെന്നു. എന്താ കർത്താവ്, അവരുടെ അന്ത്യം എന്താകും? നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു, പക്ഷെ നീയോ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. പിന്നത്തേതിൽ എന്നെ നിൻ്റെ മഹത്വത്തിലേക്ക് നീ ചേർത്തു. അയ്യോ, ഞാൻ ആദ്യം ചിന്തിച്ചതൊക്കെ ഞാനൊന്ന് ഉറക്കെ പറഞ്ഞു പോയായിരുന്നെങ്കിൽ എൻ്റെ വരുവാനുള്ള തലമുറയോട് ഞാൻ എന്ത് ചെയ്തേനെ? ദ്രോഹം ചെയ്തു പോയനെ. ശരിയാ, പലപ്പോഴും നമ്മുടെ വിശ്വാസം 73-ാം സങ്കീർത്തനമാണ്. നമ്മുടെ വിശ്വാസം ചെയ്യപ്പെടുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അത് നോക്കിയിരിക്കുന്നവരുണ്ട് മുതലെടുക്കാനായിട്ട്. കാരണം നമ്മൾ പഴുത്തിരിക്കുക. ഇപ്പം അടിച്ചാൽ എന്ത് ചെയ്യും? ഏക്കുമെന്ന് അവനറിയാം. അവിടെ നമ്മൾ ചെയ്യേണ്ടത് അവൻ്റെ മന്ദിരത്തിലേക്ക് ചെല്ലുക. ഗോ ടു ഹിസ് പ്രസൻസ്. അവൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുക. അവിടെ നമ്മളോട് സംസാരിക്കും.
അവിടെ നമ്മളോട് ഇടപെടും, അവിടെ നമ്മളെ ആശ്വസിപ്പിക്കും. ഇവിടെ പൗലോസ് വളരെ ശക്തമായിട്ട് നമുക്കൊരു മുന്നറിയിപ്പ് വരുന്നു. കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുക. നമ്മളത് എപ്പോഴും ഓർത്തോണം. നിന്നെ കുറേയും കൂടെ സഹിഷ്ണുതയുള്ളവനാക്കി മാറ്റാൻ വേണ്ടിയാ ഈ കഷ്ടതകൾ എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നത്, വരുന്നത് എന്ന് നമുക്ക് ബോധ്യം വേണം. കാരണം നമ്മൾ റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞിട്ട് ഞാൻ എൻ്റെ കഷ്ടങ്ങളിൽ പ്രശംസിക്കും. ആ വാക്യം നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചത്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. അടുത്തത് അപ്പോൾ എത്ര നിങ്ങൾ എഴുതി? 14. കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുക. അടുത്തത് പറയുന്നത് 15-ാമത്തത് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ഉറ്റിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ഏകാഗ്രതയോടെ. അത് തന്നെ ആയിരിക്കണം. സങ്കീർത്തനക്കാരൻ എന്ന് പറഞ്ഞ്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു. ഫുള്ളി ഫോക്കസ്ഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ്, അതിൽ മാത്രം പ്രാർത്ഥന എന്ത് ചെയ്യണം, നമ്മൾ ഉറ്റിരിക്കണം. അത് ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നീ എന്തോതിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റണം. പല പാട്ടുകൾക്ക് അതറിയില്ല. ചില ശ്രദ്ധിക്കത്തോലും, കർത്താവേ നിന്റെ ദാസൻ പറഞ്ഞ വിഷയത്തിന് വേണ്ടി അടിയാൻ പ്രാർത്ഥിക്കുന്നത്. ദാസൻ പറഞ്ഞ വിഷയം എന്താണെന്ന് കേട്ടിട്ടുണ്ട് ഇയാൾ. പേര് പറഞ്ഞപ്പോഴാണ് ഇയാളോട് പ്രാർത്ഥിക്കുക. പാടില്ലേ, കണ്ടിട്ടില്ല? അങ്ങനത്തെ ഗ്രൂപ്പുകളൊക്കെ ശ്രദ്ധിച്ചോ? ഇപ്പോൾ തോമസ് ബ്രദർ പ്രാർത്ഥിക്കുന്നു. തോമസ് ബ്രദർ ഇവിടെ ഒന്നും അല്ലായിരുന്നു, തോമസ് ബ്രദർ വേറെ എവിടെ ഉണ്ടായിരുന്നു. ചിലത് കേൾക്കത്ത് പോലുമില്ല. ഏതാ പുള്ളിയുടെ പേരാ പറഞ്ഞതെന്ന് പോലും എന്ത് ചെയ്യത്തില്ല, കേൾക്കില്ല. അപ്പം തട്ടി ബ്രദറോടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞതെന്ന്. അപ്പം ഇനിയിപ്പോൾ എന്തോ, കർത്താവേ നിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നതിനായിട്ട് സ്തോത്രം, നിന്റെ ദാസൻ പറഞ്ഞ വിഷയത്തിന് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. പറഞ്ഞ വിഷയം എന്തുവാ? ഇവൻ ചത്തുപോകാനായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്തുണ്ടായി അവിടെ? യാതൊരു ഏകാഗ്രതയും ഇല്ലാതെ വെറുതെ വന്ന് കുത്തിയിരിക്കുക. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യേ, ബ്രദർ ഏത് വിഷയത്തിനായിരുന്നു പ്രാർത്ഥിച്ചതെന്ന് ചോദിക്കുക. ഇനി വേറെ ചിലത് പ്രാർത്ഥിക്കാൻ പറഞ്ഞ വിഷയത്തിന് പ്രാർത്ഥിക്കത്തില്ല, അവർ വേറെ പല കാര്യങ്ങൾക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്. കാരണം എന്തുവെന്ന് അറിയത്തില്ല. നമ്മളിവിടെ ഓൾ നൈറ്റ് പ്രയർ നടത്തിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ കാര്യം പറയും, വളരെ സ്പെസിഫിക് ആയിട്ട്. നമുക്ക് തൃശ്ശൂർ പട്ടണത്തിൽ ഇന്ന വിഷയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ്, ഓക്കെ തോമസ് ബ്രദർ പ്രാർത്ഥിക്കുമെന്ന് പറയും. പുള്ളി ലോക സുവിശേഷീകരണത്തിന് വേണ്ടിയിട്ടും രക്ഷിക്കപ്പെടാത്ത സകല പാപികൾക്ക് വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥിക്കും. എന്താ കാരണം? പറഞ്ഞ വിഷയത്തിൽ പ്രാർത്ഥനയിൽ നമുക്ക് ഉറ്റിരിക്കാം. അടുത്തത് വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുക. What does it mean? ദൈവജനത്തിന്, ദൈവമക്കൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെന്ന് നമ്മൾ അറിഞ്ഞാൽ ഡു അവർ പാർട്ട്. നമ്മുടെ ഭാഗം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അതിൽ ചെയ്തിരിക്കണം. അതൊരു റോമാസഭയോടുള്ള ദൈവത്തിൻ്റെ, പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വിശുദ്ധന്മാർക്കൊരാവശ്യമുണ്ടെന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പൗലോസ് ഈ കാര്യം പറയുമ്പോൾ യെരുശലേമിലെ വിശുദ്ധന്മാർ മഹാകഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർക്കുള്ള ധർമ്മശേഖരമൊക്കെ ആയിട്ട് താനെ കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനാണ്. അന്നത്തെ വിശ്വാസികൾ, ദൈവമക്കൾ വളരെ കഷ്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നും അപ്പോസ്തലപ്രവൃത്തിയിൽ കാണുന്ന പോലെ മുട്ടുള്ളവൻ ആരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു അവസ്ഥ അല്ലായിരുന്നു കേട്ടോ. എന്നും അങ്ങനെ അല്ലായിരുന്നു. യെരുശലേമിലെ വിശുദ്ധന്മാർ മഹാദാരിദ്ര്യത്തിലൂടെ കടന്നുപോയ ചില സന്ദർഭങ്ങളുണ്ടായിരുന്നു. സഭാചരിത്രങ്ങൾ പഠിച്ചാൽ കഴിയും. അപ്പോഴും പൗലോസ് എന്ത് ചെയ്യുന്നു, ചില സഭകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു, അവരിൽ നിന്ന് സംഭാവന സ്വീകരിച്ച് ആ സംഭാവനയുമായിട്ട് പൗലോസ് അവിടെ പോവുക.
അപ്പോൾ താൻ പറയുകയാണ്, സഭയ്ക്ക് കൊടുക്കുന്ന ഒരു വലിയ നിർദ്ദേശമാണ്, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? കൂട്ടായ്മ കാണിക്കണം. ഞാൻ ഇപ്പോൾ നമുക്കിപ്പോൾ പ്രവർത്തിക്കാൻ പറ്റിയൊരു നല്ല സമയമായിരുന്നു. യുക്രൈനിലെ വിശുദ്ധന്മാർക്ക്, ദൈവമക്കൾ സകലം ഇട്ടെറിഞ്ഞ് വെച്ചാൽ അവർക്ക് പോകേണ്ടി വന്നു. ഒന്നുമില്ല, ഉടുതുണിക്ക് മറു. ഞാനൊരു അഭിമാനത്തോടെ പറയാം, ഞാൻ സഭയിലൊന്നും അത് ആവശ്യപ്പെട്ടില്ലെങ്കിലും എത്രയോ കുടുംബങ്ങൾക്ക് സഹായം എത്തിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. ഈ സഭയിലെ ചിലർ എൻ്റെ കുറച്ച് പൈസ കൊണ്ട് തന്നു, അതെല്ലാവർക്കും അയച്ചു കൊടുത്തു. ഞാൻ എന്നിട്ട് പറഞ്ഞു, ഏതെങ്കിലും ദൈവമക്കൾ, അങ്ങനെ പോയ ദൈവമക്കൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളോട് ബന്ധപ്പെടാൻ പറയണം, നമുക്ക് അവരെ സഹായിക്കാം. ലോകത്തിലെവിടെയെങ്കിലും ഉള്ള ദൈവമക്കൾ, ദൈവത്തിൻ്റെ ജനം ലോകത്തിൽ പോട്ടപ്പോൾ നമ്മുടെ സഭയെ തന്നെ കിടക്കുന്ന എത്ര എണ്ണമുണ്ട്? അവരുടെയെങ്കിലും ആവശ്യങ്ങൾ നമ്മൾ അറിയാറുണ്ടോ? അവരുടെയെങ്കിലും വേദന നമ്മൾ അറിയാൻ ശ്രമിക്കാറുണ്ടോ? പൗലോസ് പറയുന്നു, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടായ്മ കാണിക്കുന്ന സഭയായിരിക്കണം. വി ഷുഡ് ബി. അത് നമ്മുടെ ജീവിതത്തിൽ, ഇപ്പോൾ ഇന്നലെ ആരാധനയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നിങ്ങൾ എത്ര പേര് ആ മനുഷ്യനോട് സംസാരിച്ചെന്ന് അറിയില്ല. ഭക്ഷണം കഴിക്കാനായിട്ട് എന്തായിരുന്നു പുള്ളിയുടെ പേര്? സത്യൻ. സത്യൻ എന്ന് പറഞ്ഞൊരാൾ ഇവിടെ വന്നായിരുന്നു. പുതുതായിട്ട് ആരാധനയ്ക്ക് വന്നൊരു മനുഷ്യനാണ്. എന്താ പുള്ളി ചെയ്യുന്നേ? ജോലി എന്തുവാന്ന് വല്ലവരൊക്കെ പരിചയപ്പെട്ടോ? പുള്ളി ഒരു സുവിശേഷകനാണ്, ഒരു സഞ്ചാര സുവിശേഷകൻ. അങ്ങനെ ട്രാക്ടറെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ബ്രദർ എന്താ ഇവിടെ വന്നേ, എങ്ങനെ ഇവിടെ വന്നേ? കാരണം കുന്നംകുളത്തിനടുത്ത് ചൂണ്ടലിന് പാറന്നൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം താമസിക്കുക. ചോദിച്ചു, എങ്ങനെ, എന്താ ഇവിടെ എത്തി, എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിച്ചു. പാസ്റ്ററുടെ മെസ്സേജ് യൂട്യൂബിൽ ഞാൻ ഒത്തിരി കാണുന്നുണ്ട്, അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, എന്നാലും അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണുമല്ലോ. ഇവിടെ പറഞ്ഞു, എനിക്ക് 3 പെൺമക്കളാണ്, കുഞ്ഞുങ്ങളെ ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന സമയമായി, കോളേജിലൊക്കെ പോകുന്ന സമയമായി, എന്നെക്കൊണ്ട് പറ്റുന്നില്ല പാസ്റ്റർ. എനിക്ക് ഈ 3 കുഞ്ഞുങ്ങളെയും കൂടെ ഇനി പഠിപ്പിച്ച് എനിക്ക് മുമ്പോട്ട് പോകാൻ എന്നെക്കൊണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് സഭയിലാണ്? ഇല്ല, ഞാനിങ്ങനെ സ്വതന്ത്രമായി ഇങ്ങനെ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നത്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, എനിക്ക് ഏതായാലും ഇപ്പം സംസാരിക്കാൻ പറ്റിയ ഒരു മാനസിക സ്ഥിതി അല്ല എൻ്റെ. കാരണം 3 ആരാധനയും കഴിഞ്ഞ് ഞാനങ്ങ് ടോട്ടലി എക്സോസ്റ്റഡ് ആയി കഴിഞ്ഞു. എത്രയായാലും ഒരു മനുഷ്യൻ തന്നെയാണല്ലോ ഇതിൻ്റെ എല്ലാം. ഞാൻ പറഞ്ഞു, ബ്രദർ ഒരു കാര്യം ചെയ്യും, നാളെയോ മറ്റന്നാളോ വാ, നമുക്ക് സംസാരിക്കാം, പരിഹാരം കണ്ടെത്താം. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം ബ്രദർ, ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാൻ. അങ്ങനെ ഞാൻ വിജയെ വിളിച്ച് പറഞ്ഞ്, നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട്, കാരണം ഇവിടുത്തെ വോളണ്ടിയേഴ്സിന് നമ്മൾ ഭക്ഷണം കൂടെ എപ്പോഴും, ഒരു 25 പേർക്ക് എപ്പോഴും നമ്മൾ ഭക്ഷണം കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഭക്ഷണം കഴിഞ്ഞ് പോകാം. നമ്മുടെ അടുക്ക് വരുന്ന ഒരു മനുഷ്യനെ ആശ്വസിപ്പിച്ച് ഞാൻ പറഞ്ഞു, വാ, തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ബ്രദർ വാ, നമുക്ക് എന്തോ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വാട്ട് ക്യാൻ ബി, നമുക്ക് നോക്കാം എന്തോ ചെയ്യാൻ പറ്റാന്നുള്ളത്. കാര്യങ്ങളെല്ലാം കേൾക്കും, പിന്നെ അത് വാസ്തവമാണോ ഇല്ലയോ നമ്മൾ അന്വേഷിപ്പിക്കും. അതിനൊരു നെറ്റ്വർക്ക് നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് ഈ പറഞ്ഞതൊക്കെ വാസ്തവമാണോ എന്ന് അന്വേഷിക്കാനായിട്ട്. പക്ഷേ സത്യമാണെങ്കിലോ? തിരിച്ചു പോകാൻ വണ്ടിക്കൂലി ഉണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചായിരുന്നോ? തിരിച്ച് നടന്നു പോകേണ്ടി വരുമോ ആ മനുഷ്യനെ അവിടം വരെ? വളരെ പ്രതീക്ഷയോടെ ആ മനുഷ്യനോട് വന്നയാൾ. പക്ഷേ ശരി, ആഹാരം കൊടുത്തു, ശരി, വേണമെങ്കിൽ നടന്നു പോകാനുള്ള ബലം കിട്ടത്തക്കണം, ആഹാരം കൊടുത്തു. പക്ഷേ നമ്മൾ വിചാരിച്ചായിരുന്നെങ്കിൽ, വേണമെങ്കിൽ ഒരു 50 രൂപ കൊടുത്തായിരുന്നെങ്കിൽ ആ മനുഷ്യൻ വണ്ടിക്കൂലിയായിട്ട് പോകാൻ പറ്റുമായിരുന്നല്ലോ. നമ്മളെന്നാ ഇനി ഇത് പഠിക്കുന്നത്? എന്നാ നമ്മളിതിന് ചെയ്യാൻ പോകുന്നത്? വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ. ഇതിനും വേണ്ടി നടക്കുന്ന എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ തരം കിട്ടുന്നിടത്ത് പാർക്കാൻ നടക്കുന്ന എല്ലാ ലൈവന്മാരുണ്ട്. അവരെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥമായിട്ട് ഒരുപക്ഷെ ആ മനുഷ്യൻ വന്നത് എന്തെങ്കിലും എനിക്കൊരു ആശ്വാസം പ്രാപിക്കാം
എന്നുള്ള ആ ചിന്തയോടായിരിക്കാം. അറിയില്ല, 2 ദിവസത്തിനകം അറിയാം എനിക്ക്. ഇത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മളൊരു പോളിസി ആയിട്ട് എടുത്തോണം. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുക. ഇന്നലെ ഡൽഹിയിൽ നിന്നൊരു സഹോദരി നമ്മുടെ ഓൺലൈൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആൻറ്റിയെക്കുറിച്ച് ഞാനൊരു കാര്യം പറഞ്ഞു. കർത്താവ് എന്ത് പറയുന്നു, അവസാനം ഉണ്ടായിരുന്ന 2 ഹോളിനോട് ഓഫറും കിട്ടിയ കഥ ഞാൻ പറയാം. അപ്പോൾ ആ പുള്ളിക്കാരിയോട് ഒരാൾ ഒരു ഹോളിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് കുറച്ച് എന്തെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞിരുന്ന പുള്ളിക്കാർ ആ സഹായിക്കാം, ഇപ്പോൾ ഒന്നും വരത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇത് കേട്ട ഉടനെ ദൈവാത്മാവ് പുള്ളിക്കാരോട് ഇടപെട്ടു പറഞ്ഞു, അവിടെ അത് ഹോളും അവിടെ മഴ പെയ്ത് അതിനകത്ത് വെള്ളം വീണിട്ട് നിൻ്റെ പൈസ കൊടുത്തിട്ട് കാര്യമില്ല. ഓള് ചോർന്നടിച്ചിട്ട് നീ 5 രൂപ അയച്ചു കൊടുത്തിട്ട് യാതൊരു കാര്യം, നീ ചെയ്യുന്നെങ്കിൽ ഇപ്പം ചെയ്യാൻ പറഞ്ഞു. മീറ്റിങ്ങിൽ ഇരിക്കുമ്പം തന്നെ പുള്ളിക്കാരി ഗൂഗിൾ പേ അയച്ചു. എത്രയാണോ ദൈവാത്മാവ് ഹൃദയത്തിൽ പ്രേരണ തോന്നിയിട്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്നലത്തെ ആരാധന എൻ്റെ ജീവിതത്തിൽ എന്നെ ഒത്തിരി മാറ്റിയെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഒരു തീരുമാനം എടുത്തു, കർത്താവ് എപ്പോൾ എന്നോട് എന്ത് പറയുമോ അത് ആ നിമിഷം ചെയ്യും. അത് ഇനി നാളത്തേക്ക് ഞാൻ എന്ത് ചെയ്യത്തില്ല, മാറ്റിവെക്കില്ല. അപ്പോൾ അത് ചെയ്യും. കാരണം ഇപ്പോഴത്തെ ടെക്നോളജി അത്രയും വളർന്നല്ലോ. പറഞ്ഞ ഉടനെ നിനക്ക് ഇനിയിപ്പോൾ നീ ഒന്നും പോകണ്ട, നീ ഗൂഗിൾ പേ ചെയ്യത്തക്ക രീതിയിൽ അത്രയും എന്ത് ചെയ്തു, നിന്റെ ടെക്നോളജി വളർന്നു കഴിഞ്ഞു. നീ അന്നേരം ചെയ്യേ. എവിടെ ഒരു ദൈവവൈതൽ വേദന അനുഭവിക്കും, അവിടെ സഭ നോക്കരുത്, ഒന്നും നോക്കരുത്. ദയവീത് ഒരു ദൈവവൈതൽ കഷ്ടത അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ദൈവവൈതൽ വേദന അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ദൈവവൈതൽ ആവശ്യത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വാസ്തവമാണോ എന്ന് അന്വേഷിക്കണം കേട്ടോ. അത് സത്യമാണോ നമ്മൾ അന്വേഷിക്കണം. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ പൗലോസ് റോമാ സഭയ്ക്കൊരു ദൗത്യം പരമേൽപ്പിക്കുകയാണ്. നിങ്ങൾ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുന്ന ഒരു സഭയായിരിക്കണം. അടുത്തത് നമുക്ക് നോക്കാം. അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യണം നിങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. നിങ്ങൾ അതിഥി സൽക്കാരം ചെയ്യുന്നവരായിരിക്കണം. എനിക്ക് അറിയാവുന്ന ചില കുടുംബങ്ങളുണ്ട്. നമുക്കും ഇങ്ങനെ അത്രയൊന്നും വിസിറ്റിംഗ് പാസ്റ്റേഴ്സൊന്നും ഇവിടെ വിടത്തില്ല. അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ സഭയിൽ സാധാരണ വിസിറ്റിംഗ് പാസ്റ്റേഴ്സ് ചെല്ലും. പക്ഷെ ആ മനുഷ്യൻ ചെയ്യുന്നൊരു കാര്യം, ഏതൊരു വിസിറ്റിംഗ് പാസ്റ്റർ വന്നാലും അദ്ദേഹത്തെ വീട്ടിൽ വിളിച്ചുകൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. രാജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. രാജു മലയാളിയാണ്. അവരുടെ സഭയിൽ ആര് ഇന്ത്യയിൽ നിന്ന് ഒരു വിസിറ്റിംഗ് പാസ്റ്ററായിട്ട് ചെന്നിട്ടുണ്ടോ, ഉച്ച ഭക്ഷണത്തിന് അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരിക്കും അദ്ദേഹം കൊണ്ടുപോകുക. നല്ല ഭക്ഷണം കൊടുക്കും. വന്നോ ഇല്ലയോ എന്ന് അറിഞ്ഞില്ല, അദ്ദേഹം വീട്ടിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ഒരു ഗസ്റ്റിനുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്തിരിക്കും. കാരണം അറിയത്തില്ല ആരാ വരുന്നതെന്ന്. ആരാധന കഴിഞ്ഞവരെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോകും, നല്ല ആഹാരം കൊടുക്കും. പോകാൻ നേരത്ത് ഒരു കൈമടക്കം കൊടുത്തേച്ചേ വിടത്തുള്ളൂ. എനിക്ക് അമേരിക്കയിൽ ആദ്യം ചെന്ന് എനിക്കൊരു ചെക്ക് തരുന്നത് ആ മനുഷ്യനാണ്. എന്നെ അവിടെ അറിയുന്നവരാരുമില്ല. എനിക്ക് ആദ്യം ഒരു ചെക്ക് തന്നത് ആ ഒരു മനുഷ്യനാണ്. ആൻറ്റിക്ക്, പിന്നെ അത് ആൻറ്റി വിസിറ്റ് ചെയ്യുമ്പോൾ ആൻറ്റിക്ക് കൊടുത്തിട്ടുള്ളത് ആ മനുഷ്യനാണ്. ആ കുടുംബത്തിൽ നിന്നാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളെ ആ കുടുംബത്തിലോട്ടാണ് കല്യാണം കഴിപ്പിച്ചും കൊടുത്തത് ഞങ്ങൾ. അത് ആ മനുഷ്യൻ്റെ ഒരു ശുശ്രൂഷയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു, ആൻറ്റി മരിച്ചവരൊക്കെ അറിഞ്ഞിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് രാജുബ്രദറിനെ മറക്കാനൊക്കത്തില്ല. കാരണം എൻ്റെ അമേരിക്കൻ യാത്രയിൽ എനിക്ക് ആദ്യം ഒരു അമേരിക്കൻ ചെക്ക് കിട്ടുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്നാണ്. ഇത് ഞാൻ മാത്രമല്ല പറയുന്നത്, എത്രയോ ദൈവദാസന്മാർക്ക് ഈ സാക്ഷ്യം പറയാനുണ്ട്. എത്രയോ ദൈവദാസന്മാർക്ക് അതിഥി സൽക്കാരം ഒരു വരമായി എടുത്ത, അതിഥികളെ സ്വീകരിക്കുന്നത് ജീവിതത്തിലെ ഒരു വലിയ പദവിയായിട്ട്, അതൊരു മിനിസ്ട്രി ആയിട്ട് എടുത്ത എത്രയോ കുടുംബങ്ങളുണ്ട്. എൻ്റെ ഒരു പ്രാർത്ഥന അതാ. നിങ്ങളെല്ലാം, നിങ്ങൾക്ക് ദൈവം സ്വന്തം വീട് വരുമ്പോഴിപ്പം അപ്പൻ്റെ അമ്മയുടെയും കൂടെ നമുക്ക് വഴി കാണുന്നവരെ എല്ലാ അതിഥിയായിട്ട് വിളിച്ചുകൊണ്ട് വരാനൊന്നും പറ്റില്ല. ബട്ട് വെൻ യു എസ്റ്റാബ്ലിഷ് യുവർ ഹൗസ്, നിങ്ങൾക്കൊരു സ്വന്തം ഭവനം തന്ന് നിങ്ങളൊരു സ്വന്തം കുടുംബത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ മേക്ക് ഷുവർ, ഉറപ്പുവരുത്തണം, യു എൻ്റർടൈൻ ദ ഗസ്റ്റ്.
ഞാൻ ആ കാര്യത്തിൽ ഞാൻ ആൻറ്റിയെ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു മനസ്സിലാണ്. എത്രയോ പേരെ അവിടെ വിളിച്ച് എത്രയോ പേരെ അവസാനം തനിക്ക് തീരെ വയ്യാതായപ്പം ഞങ്ങൾക്ക് അപ്പനും മോനും ഒരു താക്കീത് തന്നു. വരുന്ന ദൈവദാസന്മാരെ മര്യാദയ്ക്ക് നോക്കാൻ പറ്റത്തില്ലെങ്കിൽ ഒറ്റ എണ്ണത്തിന് ഇവിടെ ക്ഷണിച്ചു പോരെന്ന് പറഞ്ഞു ഞങ്ങളോട്. അങ്ങനെ എനിക്ക് വയ്യാതുകൊണ്ട് വീട്ടിൽ കൊണ്ട് താമസിക്കാനൊക്കത്തില്ല, അവരുടെ കാര്യങ്ങൾ നോക്കാനൊക്കത്തില്ല. അവസാനം എന്നോടും ലാലിനോടും ഒരു ദിവസം ഒരല്പം ദേഷ്യത്തിലും കർക്കശമായിട്ട് പറഞ്ഞു, വരുന്ന ദൈവദാസന്മാരെ നിങ്ങൾക്ക് മര്യാദയ്ക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ ഒറ്റ എണ്ണത്തിനോട് വിളിച്ചു പോരെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ക്ലാസ്സിലും അതിനൊക്കെ ദൈവദാസം. അപ്പം പിന്നെ അന്നേരം തൊട്ട് പിന്നെ ഒരാളെ അങ്ങ് അസൈൻ ചെയ്ത് കൊടുക്കുക. ആ ദൈവദാസം വന്നു കഴിഞ്ഞാൽ ആ ദൈവദാസനെ നോക്കേണ്ട ചുമതല ഒന്നെങ്കിൽ ഷിവ് പാസ്റ്ററെ അല്ലെങ്കിൽ ബിജു പാസ്റ്ററെ അങ്ങനെ ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു. കാരണം അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട്. അങ്ങനെ എനിക്ക് വയ്യാണ്ടായി. എന്നാലും ഈ ദൈവദാസന്മാർ പോകുന്നതിന് മുമ്പ് വീട്ടിൽ വരുത്തിയിട്ട് അവരുടെ ഭാര്യയ്ക്കുള്ളൊരു സാരി, അവരുടെ ഭാര്യമാർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തേച്ച് ആൻറ്റി കൊടുത്തുണ്ടായിരുന്നു. അവർക്ക് ആവശ്യമുണ്ടോ ഉള്ളൂ എന്നതല്ല, അവർക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അതല്ല, അവസാനം വന്ന ദൈവദാസന്മാർക്ക് രണ്ടുപേർക്കും ഞാൻ ചിലപ്പോൾ പറയാം, അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലടി അവനെന്ന് പറയും. അത് ഞാൻ തീരുമാനിച്ചോളാം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ തീരുമാനിച്ചോളാം. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഷി വാസ് വെരി പർട്ടിക്കുലർ ഇൻ ദാറ്റ്. ആൻറ്റി ഒരു വിശുദ്ധിയാക്കി പ്രഖ്യാപിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇതുപോലെ ജീവിച്ച ചിലർ നമ്മുടെ മുമ്പിലുണ്ട്. അത് അറിയാതെ പോകരുത്, നമ്മൾ അത് അംഗീകരിക്കാതെ പോകരുത്. അതൊരു മാതൃകയായിട്ട് ജീവിച്ചവരാ. പൗലോസ് വളരെ പൗലോസ് തരുന്ന ഒരു വലിയ ഒരു അതിഥി സൽക്കാരം എന്ത് ചെയ്യുവിൻ, ആചരിക്കുകയും ചെയ്യുവിൻ. യു ഹാവ് ടു ഡു ഇറ്റ്. നിങ്ങളത് ചെയ്യണം. റോമിലെ സഭ എന്ന് പറയുന്നത് ഒരു കോസ്മോപൊളിറ്റൻ ചർച്ചും സഭയുമായിരുന്നു. എത്രയോ ആളുകൾ അവിടെ നിന്നല്ലേ, ഓൾ റോഡ്സ് ലീഡ് ടു റോം. എനിക്ക് ആഗ്രഹമുണ്ട് കുറച്ചും കൂടെ കഴിയുമ്പം ഞാൻ അങ്ങനെ ഒരു ക്രമീകരണം ഇവിടെയും വരുത്തണമെന്ന് ആഗ്രഹിക്കും. വരുന്നവർക്ക് ലെറ്റ് ദം എൻജോയ്. ഓരോ ഇത് കഴിയുമ്പോൾ, ആരാധന കഴിയുമ്പോഴും വി കെയർ ഫോർ ദം. നമ്മളവരെ സ്നേഹിക്കും, നമ്മളവരെ കരുതുന്നു. ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് അവർക്ക് ആഹാരങ്ങൾ വെച്ച് കൊടുക്കാനായിട്ട്. നമ്മളെ നേരെ ഇവിടെ അതേ പറ്റും, വേണമെങ്കിൽ തിന്നിട്ട് പൊക്കോ എന്നുള്ള മെൻറ്റാലിറ്റിയാണ് നമ്മുടെ. അല്ലേ? നമുക്കിതേ പറ്റുള്ളൂ, വേണമെങ്കിൽ തിന്നിട്ട് പൊക്കോ. ഒരു അതിഥിയെ ട്രീറ്റ് ചെയ്യുന്ന പോലെ. അപ്പം 17ാമത്തെ പോയിന്റാണ് അതിഥി സൽക്കാരം എന്ത് ചെയ്യുക, ആചരിക്കുക. ഞാൻ എപ്പോഴും പറയാം, ഞാൻ ആ കാര്യത്തിൽ നമ്മുടെ ചർച്ചിലെ രാജൻകുട്ടിയുടെ കുടുംബത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എപ്പം വന്നാലും ഇറ്റ് ഈസ് നോട്ട് ഈസി. ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. എന്തെല്ലാം നമ്മൾ നമുക്കൊരു ഉറക്ക വർത്തമാനം പറയാൻ പോലും നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. ഞാൻ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് എപ്പോഴും സ്തോത്രം ചെയ്യുന്ന കുടുംബമാണ്. ഈ അവസാനം വരുന്ന ദൈവദാസൻ ചൂടായതുകൊണ്ട് വരുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി താമസിക്കാൻ വേണ്ടി അവർ മുറി AC ആക്കി. ആരും അതിനകത്ത് കയറി കിടക്കാൻ പോകുന്നില്ല, ഇവർ ദൈവദാസൻ തന്നെ ഉള്ളൂ. എന്നാലും എൻ്റെ അടുക്ക് വരുന്ന ദൈവദാസന് മേക്ക് ഓൾ കംഫർട്ട്. എൻ്റെ ആഗ്രഹം അതാ, ഈ സഭയിൽ ഒരു 10 കുടുംബങ്ങളെങ്കിലും അങ്ങനെ എന്ത് ചെയ്യണം, വില്ലിങ് ആയിട്ട് വരണം. എന്നാൽ സാറിന് ആയിക്കോട്ടെയും ചോദിക്കും. ഇനിയിപ്പോൾ ഒരു നിവൃത്തിയില്ല കാര്യം. എനിക്ക് സന്തോഷമേ ഉള്ളൂ. 10-20 സായിമാരെയും മതാമാരെയും ഒന്നിച്ച് അവിടെ താമസിച്ചിട്ടുണ്ട്. 35 ബൈബിൾ സ്കൂൾ പെൺപിള്ളേരെ അവിടെ ഞാൻ ഒന്നിച്ച് താമസിപ്പിച്ചിട്ടുണ്ട് ഒരേ സമയത്ത്. ഞാൻ പറഞ്ഞു തന്നതിൻ്റെ അർത്ഥം, അതിഥി സൽക്കാരം നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ സഭയെ അത് പഠിപ്പിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കണം. ഞാൻ ലൈനിനോട് പറഞ്ഞിട്ടുണ്ട്, ലൈനിൽ ദൈവം നിനക്കൊരു വീട് തരുമ്പോൾ മേക്ക് ഷുവർ യു എൻ്റർടൈൻ ഗസ്റ്റ്. അവിടെ പറയുന്നത് എന്നാണെന്നറിയുമോ, എബ്രായ ലേഖനത്തിലാണ് പറയുന്നത്, അങ്ങനെ നിങ്ങൾ അറിയാതെ ദൂതന്മാരെ പോലും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, സൽക്കരിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ. എനിക്കൊന്ന് എബ്രായ ലേഖനത്തിലാണെന്ന് തോന്നുന്നത് പറയുന്നത്. അങ്ങനെ നിങ്ങൾ അല്ലേ, എബ്രായ ലേഖനത്തിൽ നിങ്ങൾ അറിയാതെ എന്ത് ചെയ്തിരിക്കുന്നു, ദൂതന്മാർ. ഹൂ നോസ്, ആർക്കറിയാം ഈ വന്നത് ഒരു ദൈവദൂതനായിരുന്നു എന്നുള്ളത്, അല്ലേ?
എബ്രായർ 13:1. എബ്രായർ 13:2 വായിച്ചു വന്ന്. അതിഥി സൽക്കാരം മറക്കരുത്. വേണേ ഇതിൻ്റെ കൂട്ടത്തിൽ അവിടെ കാണാൻ എഴുതിയിട്ടോ വേണേ, അത് നല്ല വാക്കി. അതിഥി സൽക്കാരം എന്ത് ചെയ്യരുത്, എൻ്റെ കാര്യം തന്നെ. ചിലരൊക്കെ അത് മറന്നു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് എന്നും അതിഥിയായിട്ട് പോകാനേ അറിയാവൂ. ഒരു അതിഥിയെ സ്വീകരിക്കാൻ അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് പൗലോസ് പറയുക, മറക്കരുതെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇതും കൂടെ പറഞ്ഞേക്കുന്നു. അതിഥി സൽക്കാരം നിങ്ങൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. ദൈവദൂതന്മാരെ സൽക്കരിച്ചാൽ കിട്ടിയതിൻ്റെ പ്രതിഫലം എന്താണെന്നറിയാമോ? അത് നിങ്ങൾ ഇനി നോക്കണം. പഴയ നിയമത്തിലൊക്കെ നിങ്ങൾ നോക്കണം. ദൈവദൂതന്മാരെ സൽക്കരിച്ചവർക്ക് ലഭിച്ച പ്രതിഫലം എന്നാന്ന്. ആരായതിന് ഉദാഹരണം? അബ്രഹാം. ദൈവത്തിനെ സൽക്കരിച്ചുകൊണ്ട് എന്തുകൊണ്ടായി പറഞ്ഞു, അടുത്ത വർഷം ഈ നേരം ആകുമ്പോഴത്തേന് നിനക്ക് ജീവിതത്തിൽ ഇതുവരെ നീ പ്രാപിക്കാതെ നന്മ നിനക്ക് തരാം, റിലീസ് ചെയ്തേച്ചാ പോയേ. മനസ്സിലായോ? ദൈവദൂതന്മാരെ സൽക്കരിച്ചവർക്ക് ലഭിച്ച നന്മകൾ നിങ്ങൾ പഴയ നിയമത്തിൽ പഠിക്കണം. ഒന്ന് അബ്രഹാമാ. എന്തോ പറ്റി? അതുവരെ അവളുടെ ജീവിതത്തിൽ റിലീസ് ചെയ്യപ്പെടാതെ കിടന്നിരുന്ന അനുഗ്രഹത്തെ ദൈവദൂതൻ എന്ത് ചെയ്തു? റിലീസ് ചെയ്തേച്ച് പോയി. അടുത്ത ലോത്ത്. എന്തോ പറ്റി? ന്യായവിധിയിൽ നിന്ന് എന്ത് ചെയ്തു? രക്ഷ പ്രാപിച്ചു. ഇങ്ങനെ വായിക്കുന്ന നിങ്ങൾക്ക് കാണാം, ഒത്തിരി കാണാം. ദൈവദൂതന്മാരെ സൽക്കരിച്ചവരെ. മനോഹയുടെ കുടുംബം ദൈവദൂതന്മാരെ സൽക്കരിച്ചതാ. അതുകൊണ്ട് അതിഥി സൽക്കാരം എന്ത് ചെയ്യരുത് നമ്മുടെ ജീവിതം. അറ്റ്ലീസ്റ്റ് ബൈബിൾ സ്കൂൾ സ്റ്റുഡൻസായി നിങ്ങളെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന സൗകര്യങ്ങളിൽ, നന്മകളിൽ ഐ വിൽ യൂസ് ഇറ്റ്. അർഹതയുള്ളവർക്കേ കൊടുക്കാം. ചുമ്മാ അതും ഞാൻ പറഞ്ഞുതരാം. ചുമ്മാ ഇതൊന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്. അല്ലല്ല, പരീക്ഷിച്ചറിയേണ്ടതന്നെ പരീക്ഷിച്ചറിഞ്ഞിട്ട് തന്നെ എന്ത് ചെയ്യാവൂ. അല്ലെങ്കിൽ പിന്നെ അത് ഇനം മണ്ണും ചാരിയിരുന്നവൻ കൊണ്ടുപോയെന്ന് പറഞ്ഞ പോലെയൊക്കെ ഉണ്ടാവും. അതും ഉണ്ടാവും. അതും സൂക്ഷിച്ചോളാം, വളരെ സൂക്ഷിച്ചു വേണം അതൊക്കെ. കാരണം കാലം അങ്ങനെ ആയിപ്പോയി. അടുത്തത് അപ്പോൾ അതിഥി സൽക്കാരം. അപ്പോൾ ഇതൊക്കെ ആരോടായി പറയുന്നേ? ഈ നീതീകരണം പ്രാപിച്ച്, വിശുദ്ധീകരണം പ്രാപിച്ച്, ദൈവീകരണം പ്രാപിച്ച്, ദൈവത്തോട് പുതിയ സൃഷ്ടിയായി തീർന്നവരോട് പറയാണ്, നിന്റെ ലൈഫ് സ്റ്റൈലേ മാറിയിരിക്കുന്നത്. യു ഹാവ് എ ന്യൂ ലൈഫ് സ്റ്റൈൽ നൗ. നിനക്ക് ഇനി മുതൽ ഒരു പുതിയ ജീവിതശൈലിയാ. അടുത്തത് നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ എന്ത് ചെയ്യേ? അനുഗ്രഹിക്കുക. എങ്ങനെ അനുഗ്രഹിക്കണം? അല്ലേ? നമ്മൾ അനുഗ്രഹിക്കും. എങ്ങനെ? തിന്ന നാണല്ലാണ്ടിരുന്ന് തിന്നോളാൻ പറയല്ലേ. തിന്നോ, നാണല്ലാണ്ടിരുന്ന് തിന്നോ. അങ്ങനല്ല. ബ്ലസ് ദം. എങ്ങനെ? ഹൃദയത്തിൽ ഒരു ശാപ ചിന്ത പോലും എന്ന് പറഞ്ഞാൽ അവനെതിരായിട്ടുള്ളൊരു കയ്പിൻ്റെ പോലും ഹൃദയത്തിനകത്ത് ഉണ്ടാവരുത്. ബ്ലസ് ഹിം, ബ്ലസ് ഹിം. അനുഗ്രഹിക്കാവനെ. നിങ്ങൾ ഉപദ്രവിക്കുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യേ? അതാണ് ക്രിസ്തീയ മാർഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇല്ല, ഇവിടെ വന്ന് ഈ സംഭവത്തിനോടുള്ള ബന്ധത്തിൽ വന്നപ്പം എന്നെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ചില ആൾ തന്നെ പ്രഷറൈസ് ചെയ്തു. ആ പോലീസുകാർക്കെതിരെ കേസ് കൊടുക്കാൻ പറഞ്ഞില്ല. ബാക്കി ഞങ്ങൾ നോക്കണം, പക്ഷേ സാറ് കൊടുത്താലേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, നോ, ഇല്ല, ഞാൻ ചെയ്യില്ല. എൻ്റെ ഉദ്ദേശം അതല്ലായിരുന്നല്ലോ. എൻ്റെ ഉദ്ദേശം എൻ്റെ അവിടെ നടക്കാന്നുള്ളത്. അത് നടന്നു. ദാറ്റ്സ് ഓൾ. എനിക്ക് എന്നാ അവനൊരു മിഠായി കൊടുത്തിട്ടേ ഉള്ളൂ. അവനെനിക്കെതിരെയൊക്കെ ചെയ്തല്ലേ, എന്നാ അവനൊരു മിഠായി കൊടുത്തുള്ളൂ. അവനെന്നെ തോണ്ടിയതല്ലേ, ഞാൻ അവനെ മാന്തിയിട്ടേ ഇവിടെ തോന്നും. മാന്തിയാണ് ഞാൻ തോണ്ടാതെങ്കിലും ചെയ്യത്തില്ല. ഓക്കെ, അടുത്തതാ. എടാ കുഞ്ഞ്, സന്തോഷിക്കുന്നവരോട് കൂടെ നീ സന്തോഷിക്കുക. ചിലർ പോകില്ല, സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കാൻ പോകത്തില്ല. കാരണം സന്തോഷിക്കരുതെന്നാണ് ദൈവം പറഞ്ഞേക്കുന്നത്. എടാ, ഒരുത്തൻ ബർത്ത്ഡേ ആഘോഷിക്കുന്നെങ്കിൽ പോയി സന്തോഷിക്കുക അവൻ്റെ കൂടെ. ദൈവം അവനൊരു വർഷം കൂടെ കൊടുത്തതിന് അവൻ്റെ കൂടെ സന്തോഷിക്കുക. അവന് ജോലിക്കൊരു പ്രൊമോഷൻ കിട്ടി, റിജോയ്സ് വിത്ത് ഹിം. അവർക്ക് കിട്ടിയില്ലേ? എൻ്റെ അപ്പോ സന്തോഷിക്കുന്നവരുടെ കൂടെ എന്ത് ചെയ്യേ? അതൊരു കൃപയാ. ചിലർക്ക് സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കുന്നവൻ്റെ സന്തോഷം കെടുത്താൻ എന്നാ മാർഗം നോക്കും. അതിനാണ് നമ്മുടെ സാധാരണ മലയാളത്തിൽ പറയും, എന്തുവാ? സ്വർഗത്തിലെ കട്ടുറുമ്പമാണ്. കട്ടുറുമ്പിന് സ്വർഗത്തിൽ ആരെങ്കിലും ഒന്ന് കടിച്ച്
അല്ലെങ്കിൽ കേട്ട റൂമിൽ എന്തോ സ്വർഗത്തിൽ പണി, അവൻ എന്തിനാ അവിടെ പോയേക്കുന്നത്? അങ്ങനെയുണ്ട് ചില ആളുകൾ. അവർക്ക് ആളുകൾ സന്തോഷിക്കുന്ന കണ്ട അവർക്ക് എന്ത് ചെയ്യുന്നില്ല, അവർക്ക് ദഹിക്കില്ല. അവിടെ എന്തെങ്കിലും ഒരു കരട് വീശിട്ടേ അവൻ എന്ത് ചെയ്യത്തുള്ളൂ. അപ്പോൾ സന്തോഷിക്കുന്നവരുടെ കൂടെ നീ എന്ത് ചെയ്യേ, സന്തോഷിക്കേ. അവരുടെ നന്മയിൽ നീ സന്തോഷിക്കുക, അവരുടെ ഉയർച്ചയിൽ നീ സന്തോഷിക്കുക. കർത്താവ്, നീ അവരെ അനുഗ്രഹിച്ച് എനിക്ക് സന്തോഷമാവും. ചോയ്സ്. ഈ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഒരു പാസ്റ്റർ ഒരിക്കൽ പ്രസംഗിക്കാൻ വിളിച്ചു. എല്ലാവരെയൊക്കെ വിളിച്ച് കൂട്ടിയിട്ടുണ്ട്. ഇയാൾ എഴുന്നേറ്റ് പ്രസംഗിച്ച മുഴുവൻ ദൈവമക്കൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ല. പോയില്ലേ? ഇത് ജാതീയമാണ്, ഇത് പൈശാചികമാണ്, ഇത് അങ്ങനാണ്, ഇത് ഇങ്ങനാണ്. ആ മുഴുവൻ അന്തരീക്ഷമേ ഇയാൾ എന്ത് ചെയ്തു, കളഞ്ഞു. ഞാൻ പറഞ്ഞു 5 പൈസ കൊടുത്തു പോലെന്ന് പറഞ്ഞായിരുന്നു. ഈ അന്തരീക്ഷം മുഴുവൻ കലക്കിയതിന് അവൻ്റെ സന്തോഷം പോട്ടു. ഞാൻ ചോദിക്കട്ടെ, നിന്നെ വിളിച്ചത് എന്തിനാ? അവരുടെ സന്തോഷത്തിൽ നീ ഭാഗമാക്കാൻ വേണ്ടിയാ. നിന്നെ വിളിച്ചത് അതിന് വേണ്ടിയാ. ബി എ പാർട്ട് ഓഫ് ദെയർ ജോയ്ഫുൾ എക്സ്പീരിയൻസ്. സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കണം. പിന്നെ എന്ത് ചെയ്യണം? കരയുന്നവരോട് കൂടെ എന്ത് ചെയ്യുക? കരയുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? ബി എ പാർട്ട് ഓഫ് ദ പീപ്പിൾ. അതായത് ജനത്തിൻ്റെ സുഖദുഃഖങ്ങളിൽ നീ ഒരു ഭാഗമാണ്. ഐഡന്റിഫൈ യുവർസെൽഫ്, ബി ഇൻ ദെയർ ഷൂസ്. അവരുടെ വേദനയിൽ നീ പങ്കാളിയാകുക, അവരുടെ കഷ്ടതയിൽ നീ പങ്കാളിയാകുക. അപ്പോൾ 2 കാര്യങ്ങളോട് പറഞ്ഞു. സന്തോഷിക്കുന്നവരോട് കൂടെ എന്ത് ചെയ്യുക? ഞാൻ ചോദിക്കട്ടെ, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ നേരെ തിരിച്ചാ. സന്തോഷിക്കുന്നവരെ കരയിപ്പിക്കാനും ആളുകൾ കരയുന്നത് കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയും ചെയ്യും. അത് അവന് ആവശ്യമാണ്. അവൻ എനിക്കെതിരെ പറഞ്ഞിട്ട് ദൈവം നീതിയുള്ളവനൊന്നായിട്ടൊന്നുമല്ല, നിന്റെ മനസ്സ് ചൂവില്ലാത്തതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത്. ബി എ പാർട്ട്. ദൈവങ്ങളെ, പ്രത്യേകിച്ച് ബൈബിൾ സ്കൂളിൽ പഠിച്ച നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പ്ലീസ് കരയുന്നവരോട് കൂടെ എന്ത് ചെയ്യും? കരയുക. സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കുക. അവരുടെ സന്തോഷത്തിൽ നീയും എന്ത് ചെയ്യുക? ഒരു പങ്കാളിയാകുക. അടുത്തത്, എത്ര ആയി നിങ്ങൾക്ക്? 19 ആയോ? 20 ആയില്ലേ? 20 വരെ ആയില്ലേ? ഓക്കെ. ഇനി അടുത്തത്, തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ, എളിയവരോട് നമുക്ക് ചേരാൻ കഴിയണമെങ്കിൽ ദർ ഷുഡ് ബി എ യൂണിറ്റി ഓഫ് സ്പിരിറ്റ്, ഐക്യത ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ അതിനെല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ പറയാൻ പോകുന്നത് 21-ാമത്തെ, വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുക. വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ. ഇപ്പം ചില പ്രാക്ടിക്കൽ ഉദാഹരണം എന്ന് പറയാമോ നമുക്ക്? പ്രായോഗികമായിട്ട് നിന്നെ ഒരു പാവപ്പെട്ട വീട്ടിലൊരു കൊച്ചിൻ്റെ കല്യാണത്തിനാണ് വിളിച്ചതെന്ന് വിചാരിക്കും. പാവപ്പെട്ട ഒരു വീട്ടിൽ നമുക്കറിയാം അവരുടെ കപ്പാസിറ്റി. അവരുടെ കല്യാണ വസ്ത്രത്തിന് പോലും അവരാകെ ചിലവാക്കിയേക്കുന്നത് 500 രൂപയുടെ ഒരു സാരി എടുത്താൽ, സംബന്ധിക്കാൻ പോകുന്ന നീ 5000 രൂപയുടെ സാരി എടുത്തു പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ദാറ്റ്സ് ടു മച്ച്. ആ വീടിൻ്റെ അവസ്ഥ അനുസരിച്ചായിരിക്കണം പോകുന്ന നിൻ്റെയും വസ്ത്രധാരണ രീതി. ഞാൻ പറയുന്നത് ഇത്തിരി കഠിനോപദേശമായിട്ട് തോന്നുന്നുണ്ടോ? നീ ആരോടുകൂടെ ഐഡന്റിഫൈ ചെയ്യാനാണോ പോകുന്നത്? നീ ആരോടുകൂടാണോ സന്തോഷിക്കാൻ പോകുന്നത്? നീ ആരോടുകൂടെയാണോ സമയം ചെലവഴിക്കാൻ പോകുന്നത്? ഒരിക്കലും അവരെക്കാൾ വലിയവനാണെന്നുള്ള ഭാവത്തിൽ നീ എന്ത് ചെയ്യരുത്? പോകരുത്. ഉദാഹരണം, അവരെ കുടിക്കാനായിട്ട് നിനക്ക് നാരങ്ങ വെള്ളമല്ല, ഞാൻ കോള മാത്രമേ കുടിക്കുള്ളൂ, ഞാനിങ്ങനെ കലക്കുന്നൊന്നും ഞാൻ എന്ത് ചെയ്ത് കുടിക്കില്ല, ഞാനിങ്ങനെ ബോട്ടിലായിട്ടുള്ള കോള അതില്ലയോ, എനിക്ക് വേണ്ട.
ഏതാണ്ട് കോളയും കൊണ്ട് ജനിച്ച് കോളയുടെ വീട്ടിൽ ജനിച്ചതാണെന്ന് തോന്നുന്നു ഈ പാട്ട് കണ്ടാലും തോന്നുന്നത്. നീ കോള കാണാൻ തുടങ്ങിയത് തന്നെ ഡോണ്ട് ഡു ലൈക്ക് ദാറ്റ്, ചെയ്യല്ലേ അങ്ങനെ. ആ ചിലർ പാലയെ കുടിക്കും. അതെ, ഞാൻ വെള്ളമൊന്നും കുടിക്കില്ല. അവിടെ കട്ടൻ കാപ്പി പോലും ഇല്ലാത്ത വീടാ. എനിക്കറിയാമോ മാസ്റ്റർമാരുണ്ടല്ലോ, പിന്നല്ലേ എന്തിനാ വിശ്വാസിയെ പോട്ടെ, ഇയാൾ പാലയെ കുടിക്കുള്ളൂ. എടാ ചൂടുവെള്ളം കുടിച്ചാൽ എന്നാ കുഴപ്പമുള്ളത്? അതാ പറഞ്ഞേ, അങ്ങനത്തെ പാട്ടുകൾ. വലിപ്പം ഭാവിക്കൽ. നീ ആരുടെ അടുക്കലേക്ക് പോകുന്നു, നീ ആരുമായിട്ടാണോ, എളിയവരോട് നീ എന്ത് ചെയ്യുക, അവരുടെ കപ്പാസിറ്റി അനുസരിച്ചായിരിക്കണം നീ എന്ത് ചെയ്യുന്നത്. 5 പവൻ പോലും കെട്ടിക്കാൻ നിവൃത്തിയില്ലാതെ അത് തന്നെ എവിടെ നിൽക്കോ, നമുക്ക് പിന്നെ സ്വർണ്ണം ഇല്ല, അതുകൊണ്ട് ഞാൻ ഉള്ളവരോട് കാര്യം പറയാം. ആ വീട്ടിലേക്ക് നീ ചെല്ലുന്നത് എങ്ങനെയാ, 110 പവൻ്റെ ആഭരണം ഇട്ടേച്ചാ നീ എന്ത് ചെയ്യുന്നത്? വാട്ട് എ ഷെയിം. അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞു, ഞാൻ ആഭരണം ഇട്ട് ഒറ്റ ഉണ്ടതിനെ കെട്ടിക്കില്ല. എനിക്ക് നീ ആഭരണത്തോടൊന്നും പണക്കമുണ്ടായിട്ടൊന്നുമല്ല. നോ. എന്തുകൊണ്ടാണ് ലളിത വസ്ത്രം ധരിച്ച് ആരാധനയ്ക്ക് വരണം എന്ന് പറയുന്നത്? നിന്റെ വസ്ത്രവും നിന്റെ അടുത്തിരിക്കുന്ന ആൾക്കൊരു അസൂയോ ഭാരമോ എന്ത് ചെയ്യരുത് ഉണ്ടാക്കുന്നത്. കോമൺ സിമ്പിൾ ലൈഫ് സ്റ്റൈൽ. വേറെ ഇടാൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല, നല്ല കപ്പാസിറ്റി ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ അമേരിക്കയിൽ ചെന്നാലും നല്ലതൊന്നും ജുബേനായിട്ട് ഞാൻ പ്രസംഗിക്കുന്നു. കോട്ടില്ലാണ്ടൊന്നുമല്ല കേട്ടോ, ഇടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ വാക്യമായ എൻ്റെ റോമാലേഖനം പഠിച്ചപ്പോഴാണ് എൻ്റെ ജീവിതത്തെ എന്നെ സമ്പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുക. നമ്മൾ ആരുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു, ആരുമായിട്ടാണോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത്, കം ടു ദാറ്റ് ലെവൽ. കർത്താവ് അങ്ങനെയല്ലേ നമുക്ക് മാതൃക കാണിച്ചത്. അവൻ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായിട്ട് എവിടെ പിറന്നു? ഒരു പുൽത്തൊട്ടി വല്ല. കർത്താവിന് അതിനേക്കാൾ നല്ല സ്ഥാനം കിട്ടില്ലായിരുന്നു. കർത്താവിന് അതിനേക്കാൾ എത്രയോ ഉന്നതമായ സ്ഥാനത്ത് കർത്താവിന് ജനിക്കാമായിരുന്നു. എടാ, അവന് മരണം സമ്പന്നന്മാരോട് കൂടാവാമായിരുന്നെങ്കിൽ അവൻ്റെ ജനനവും സമ്പന്നന്മാരോട് കൂടെ അവൻ എന്ത് ചെയ്യാമായിരുന്നു? ആയിക്കൂടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ശുശ്രൂഷകന്മാരെന്നുള്ള രീതിയിൽ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ യു ആർ മിനിസ്റ്റേഴ്സ് ഓഫ് ദ ഗോസ്പൽ. നിങ്ങൾ ശുശ്രൂഷകന്മാരാണ്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മുഖമുദ്രയായിരിക്കണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോ. അടുത്തത് വെയിറ്റ് എത്രാമത്തെ പോയിന്റ്? എത്ര വരെ എത്തി നിങ്ങൾ? 21. വലിപ്പം ഭാവിക്കാതെ നമ്മൾ എളിയവരോടുകൂടെ നടക്കും. എന്നിട്ട് ഭാവം എന്തായിരിക്കും? വലിപ്പം ഭാവം. അടുത്തത് വെയിറ്റ് നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അടുത്തത് എന്താ? നീയേ ബുദ്ധിമാനുള്ളൂന്ന് എന്ത് ചെയ്യരുത്? വിചാരിക്കരുത് എന്ന് പറഞ്ഞാൽ സ്വയം ബുദ്ധിമാനെന്ന് എന്ത് ചെയ്യരുത്? നടിക്കരുത്. 22 സ്വയം ബുദ്ധിമാനാന്ന് എന്ത് ചെയ്യരുത്? എടാ, നമ്മേക്കാ വിവരമുള്ളവനാ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് ചിന്തിക്കേ. ആ ഒരു ബോധം വന്നാൽ നീ വലിയ 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 ബിംബം നടക്കാൻ നിൽക്കത്തില്ല. എന്നെക്കാൾ സ്വയം ബുദ്ധിമാനെന്ന് എന്ത് ചെയ്യരുത്? നടിക്കരുത്. അതുകൊണ്ട് ആ പൗലോസ് അതിന് മുമ്പ് ഒരു ഭാഗത്ത് പറഞ്ഞു, ഭാവിക്കേണ്ടതിന് മീതേ ആരും എന്ത് ചെയ്യരുത്? ഭാവിച്ചുയരരുതെന്ന് പറഞ്ഞതിൻ്റെ വേറൊരു ഭാഗവും കൂടെ ആയത്. കാരണം ഈ റോമൻ സിറ്റിസൻസിന്, റോമൻ പൗരത്വമുള്ള ആളുകൾക്ക് ഒരു ധാരണയുണ്ടായിരുന്നു, ഞങ്ങളെപ്പോലെ വിവരമുള്ളവർ, ഞങ്ങളെപ്പോലെ ജ്ഞാനമുള്ളവർ, ഞങ്ങളെപ്പോലെ വിദ്യാഭ്യാസമുള്ളവർ, ഞങ്ങളെപ്പോലെ ലോകം അറിയാവുന്നവർ വേറെ ആരും ഇല്ലെന്ന് ഒരു ചെറിയ തലക്കനമുള്ളവരായിരുന്നു റോമിലെ വിശ്വാസികൾ. സ്വാഭാവികമാണ്. തൃശ്ശൂർക്കാർക്കും അതുകൊണ്ട്. കാരണം എന്താ, ഈ എഡ്യൂക്കേഷണൽ ഹബ്ബാണ് തൃശ്ശൂർ. ക്രീമാണ് ഇവിടെ ഉള്ളത്. യുനെസ്കോയുടെ ഇതിനകത്തും വിദ്യാഭ്യാസത്തിൻ്റെ പൈതൃക കേന്ദ്രമായിട്ട് തൃശ്ശൂരിനെ അവരെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഉള്ളവർക്കൊരു ചെറിയ തലക്കനമുണ്ട്. വി ആർ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, ഞങ്ങൾ വലിയ വിദ്യാഭ്യാസമുള്ള. കാരണം ഇവിടെ ഇല്ലാത്ത എന്തുള്ള ഏത് കോളേജ് അവിടെ ഇല്ലാത്തുള്ള? ഏവിയേഷൻ കോളേജ് കഴിച്ച് ബാക്കി എല്ലാം ഇവിടെ ഉണ്ട്. വിദ്യാഭ്യാസത്തിന് ഏറ്റവും അത്യുന്നത നിൽക്കുന്ന ഇതാണ്. പൗലോസ് പറഞ്ഞു, ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. യു ആർ ദ ഓൺലി സ്മാർട്ടസ്റ്റ് പീപ്പിൾ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിജീവികൾ നിങ്ങളാണെന്നൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവരുത്.
പൗലോസ് അതാ റോമിലെ വിശ്വാസികളോട് പറഞ്ഞത്, നെവർ ഡു ദാറ്റ്. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത്. അടുത്തത് 23, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. ഞാൻ അവനൊരു മുട്ടായി കൊടുത്തിട്ടേ ഇരിക്കുള്ളൂ, ഞാൻ അവന് പണി കൊടുത്തിട്ടേ ഇരിക്കത്തുള്ളൂ. നിനക്ക് തിന്മ ചെയ്താനായിരിക്കും അർഹത. നീ 100% ഞാൻ യോജിക്കുന്നു. പക്ഷേ അക്കാര്യത്തിൽ നമ്മൾ ദാവീദിനെ കണ്ടുപിടിക്കണം. ഏതാ? ശൗലിനെ തന്നെ കൊല്ലാൻ ഒരു വേട്ടപ്പട്ടിയെ പോലെ ഓടി നടക്കുന്ന ശൗലിനെ കൊല്ലാൻ കൈ കിട്ടിയിട്ട് യഹോവയുടെ അഭിഷക്തനാ, ഞാൻ അവനെ തൊടത്തില്ലെന്ന് പറഞ്ഞിട്ട് മാറിപ്പോയത്. ആർക്കും തിന്മയ്ക്ക് പകരം എന്ത് ചെയ്യരുത്. എന്താ അതിൻ്റെ കാരണം? വേറൊരു ഭാഗത്ത് പറയുന്നത്, ദൈവകോപത്തിന് ഇടം കൊടുക്കുക. നീ ചെയ്താൽ പിന്നെ തമ്പുരാൻ എന്ത് ചെയ്യത്തില്ല? മിണ്ടത്തില്ല. നീ ചെയ്താൽ എന്ത് ചെയ്യില്ല? കാരണം നീ ചെയ്തില്ലയോ, നീ ചെയ്തില്ല, അപ്പൊ നീ തമ്പുരാൻ ചെയ്യുന്നില്ല. ഞങ്ങളുടെയൊക്കെ കൊച്ചുനാൾ ചിലപ്പോൾ ഞങ്ങൾ സഹോദരന്മാർ തമ്മിൽ വഴക്കും വടിയൊക്കെ ഉണ്ടാവാറുണ്ട്. അവസാനം ഉണ്ടായിട്ട് എന്ത് ചെയ്യും? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കാണും. എന്നിട്ട് പിന്നെ അപ്പച്ചൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്യല്ലോ. അപ്പോൾ ചോദിക്കും, ഓക്കെ നീ വല്ലതും ചെയ്തു, നീ വല്ലതും ചെയ്തു. നിങ്ങൾ തീർത്തല്ലോ, നിങ്ങൾ ചിട്ട ഇനി ഇപ്പം ഞാൻ ആർക്കും അയച്ചിട്ട് കൊടുക്കണ്ട. കാരണം നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തു? മേടിക്കുകയും ചെയ്തു, കൊടുക്കുകയും ചെയ്തു. ഇനി ഇവിടെ വേറെ ശക്തിയൊന്നുമില്ല. തമ്പുരാൻ ഇത് തന്നെ പറയാം, നിങ്ങൾ തമ്മിൽ കൊടുക്കാൻ മേടിക്കുകയും ചെയ്തല്ലോ, ഞാൻ മൗനായിരിക്കാൻ പോവാം. അവൻ എന്നെ തല്ലും, ഞാൻ ഒന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞ് ആ ചെല്ലുന്നതെന്ന് വെച്ചാലോ വിളിക്കും, ഇതോടെ ഉണ്ടായേ. ദൈവകോപത്തിനിട കൊടുക്കണം. ആർക്കും എന്ത് ചെയ്യരുത്? തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. അത് നമ്മളോട് കൽപ്പനയാ, ചെയ്യരുത്. പിന്നെ സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാലാവണം സകല മനുഷ്യരോടും സമാധാനത്തോടിരിക്കുക. നീ തിന്മ ചെയ്യാതെ മറ്റുള്ളവരും അത് കേട്ടാ പറയണം, നീതി അവൻ്റെ പക്ഷത്താ. അവന് പ്രതികരിക്കാമായിരുന്നു, പക്ഷെ അവൻ പ്രതികരിച്ചില്ല. നീതി അവൻ്റെ പക്ഷത്താ. സമാധാനമായിരിക്കുക. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ എഴുതിയത്? സ്വയം ബുദ്ധിമാനെന്ന് നടിക്കരുത്. 22, 23 ആർക്കും തിന്മയ്ക്ക് പകരം നമ്മൾ തിന്മ ചെയ്യരുത്. 24 സകല മനുഷ്യരോടും സമാധാനത്തോടെ ഇരിക്കണം. സമാധാനത്തോടെ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവന് തിന്മ ചെയ്യാതിരുന്നെങ്കിൽ നിനക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ഉള്ള സമാധാനം പോയി കിട്ടും. പണ്ട് രണ്ടു കൂട്ടർ തമ്മിൽ ഭയങ്കര വഴക്ക് കിടക്കുക. ഒരു ദൈവം ഇതിലും അല്ലാത്തവരുത്തരും തമ്മിൽ ഭയങ്കര വഴക്ക്. അവൻ ഫുൾ ചീത്തയാണ് പറയുന്ന മുഴുവൻ. ഇയാളൊന്നും മിണ്ടല്ലേ. എല്ലാം കഴിഞ്ഞ് ശാന്തമായി കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, നീ പറഞ്ഞേക്കെ ഞാനും നിന്നോട് പറഞ്ഞു എന്ന് അങ്ങെടുത്തോളാൻ പറഞ്ഞു. മനസ്സിലായോ? എന്തോന്നു? നീ പറഞ്ഞേക്കെ ഞാനും നിന്നോട് പറഞ്ഞായിട്ട് നീ എന്ത് ചെയ്തോ? കണക്ക് കൂട്ടിക്കോ. ചീത്ത വല്ലതും പറഞ്ഞു ഇയാള് ചീത്ത വല്ലതും ഇയാൾ ഒന്നും ഒരതൊന്നും പറഞ്ഞില്ല. പക്ഷെ എന്തോ അവസാനം പറഞ്ഞു എന്തോ, നീ പറഞ്ഞെല്ലാം ഞാനും നിന്നോട് പറഞ്ഞതായിട്ട് നീ എന്ത് ചെയ്തു? അവിടെ വരവ് വെച്ചോളാൻ പറഞ്ഞു. നമ്മൾ അങ്ങനെയുള്ള ചില ബന്ധിക്കൂസാരുണ്ട്. ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ പറഞ്ഞതെന്തുവാ? അവനെന്തൊക്കെ പറഞ്ഞു? ഇതൊക്കെ ഞാനും നിന്നോട് പറഞ്ഞായിട്ട് നീ എന്ത് ചെയ്തോ? വരവ് വെച്ചേര്. ഇല്ല കർത്താവേ, നീ നീതിയുള്ള ന്യായാധിപതിയാണ്. നീ എനിക്ക് വേണ്ടി നീതിയോടെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. നീ ഈ വിഷയം കൈകാര്യം ചെയ്യും. യു ഹാൻഡിൽ ദിസ് ഇഷ്യൂ. നീ ഈ വിഷയം കൈകാര്യം ചെയ്യേ. ഐ സ്റ്റെപ്പ് ബാക്ക്. ഞാൻ പുറകോട്ട് നിൽക്കുക. ആ 25-ാം വാക്യത്തിൽ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ട്. എന്തോടെ പറയുന്നേ? അടുത്ത താഴോട്ട് വായിച്ചോ. നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുക്കും നിങ്ങൾ. ദൈവം പറയുന്നു, പ്രതികാരം എനിക്കുള്ളതാ, ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് ചെയ്യും.
എൻ്റെ കാര്യം നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കൃഷ്ണമണിയെ തൊടുന്നെന്നാണ് പറഞ്ഞത്. വിവരം അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിനെതിരായിട്ടൊക്കെ വല്ലതും അവർ പ്രാർത്ഥിച്ച് കൊന്നതാ. അവർ പ്രാർത്ഥിച്ച് കൊന്നൊന്നുമില്ല. ദൈവം നീതിയുള്ളവനോ ദൈവം തമ്പുരാൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും കൊല്ലണ്ടായിരുന്നു. ദൈവകോപത്തിനിടം കൊടുക്കുക. ഇപ്പം എത്രയായി? 25 എത്രയായി നിങ്ങൾക്ക്? പോയിന്റ് എത്രയായി? അല്ല, 25ാമത്തെ പോയിന്റ് എന്തോ, ആരോടും പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിനിടം കൊടുക്കുക. 26 എന്തുവാ? കാഞ്ചിരക്കല്ല തിന്നാൻ കൊടുക്കണ്ടേ, വിഷക്കായല്ല പറിച്ചു കൊടുക്കണ്ടേ കേട്ടോ. അതിൻ്റെ ശത്രുവും വിശക്കുന്നെങ്കിൽ അത് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. സദൃശ്യം 25, 21, 22 വാക്യങ്ങളാണ്. സദൃശ്യം 25, 21, 22 ഒന്ന് വായിച്ചേ. അത് തന്നെ. അപ്പൊ ന്യായപ്രമാണത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന പ്രമാണത്തെ പൗലോസ് എന്ത് ചെയ്തിരിക്കുക? ഇവിടുന്ന് എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ശത്രുവിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇതായിരിക്കണം. 25ാമത്തത് അതുകൊണ്ട് വായിച്ച അധ്യായം തീർക്കുക. അതായത് കുന്നിക്ക് വന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എവിടെ എഴുതിയെന്ന് കണ്ടില്ലേ നമ്മൾ? അതിനത് പഴയത് വായിച്ചത്. 20 21ാമത്തെ വാക്യം, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. 26 നന്മയാൽ തിന്മയെ ജയിക്കുക. ഇതൊക്കെ നടക്കുമോ പാസ്റ്ററെ? നടന്ന് ജീവിച്ചവരുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ. നമ്മളെന്ത് ചെയ്തില്ല? അവരുടെ ജീവിതത്തിൽ ഒന്ന് സസൂക്ഷ്മം ഒന്ന് നോക്കിക്കേ. അവരൊക്കെ എങ്ങനെ ജീവിച്ചവരാ? നാളെ 13ാം അധ്യായത്തിലോട്ട് കയറും.